ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഉന്നതരിലേക്ക് പോകണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് മീഡിയ വണിനോട്. കടകംപള്ളിയെ ചോദ്യം ചെയ്തതിൽ കാലതാമസമുണ്ടായി. വൈകാൻ കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ചോദ്യം ചെയ്യൽ വൈകിപ്പിച്ചെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. കടകംപള്ളിയെ ചോദ്യം ചെയ്തതിൽ ദേവസ്വം മന്ത്രി VN വാസവൻ പ്രതികരിച്ചിട്ടില്ല. അന്വേഷണം ഉന്നതരിലേക്ക് പോകണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത്. അതല്ലാതെ കണ്ട ഒരു ഫോട്ടോയുടെ പേരിൽ മാത്രമൊന്നുമല്ല കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വന്നിട്ടുള്ള നിരവധി ആളുകൾ ഇതിൽ പങ്കാളികളായി വന്നിരിക്കുകയാണ്. ആ പങ്കാളികളായി വന്നിട്ടുള്ള ആളുകളെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഈശ്വര വിശ്വാസികൾ എന്നുള്ള നിലയിലാണ് ശബരിമലയ്ക്ക് വേണ്ടി അവിടെ സ്വർണം പൊതിയുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ നൽകപ്പെടുന്നത്. പക്ഷെ ആ സ്വർണം പങ്കുവെച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതാണ് ഞങ്ങൾ ഇത് ആദ്യം മുതൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അന്വേഷണത്തിലൂടെ ജനങ്ങൾക്ക്, ഈശ്വര വിശ്വാസികൾക്ക്, അത് നാനാ ജാതി മതത്തിൽപ്പെട്ടവരുണ്ട്, അതല്ലാതെ ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ നൽകിയ ഒരു കാര്യമല്ല. നാനാ ജാതി മതത്തിൽപ്പെട്ടവർ നൽകിയിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞു ഒരു CBI അന്വേഷണം നടക്കട്ടെ. അപ്പോഴാണ് കോടതി ഇടപെട്ടുകൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കും എന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് നടക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ അതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ പ്രതികരിക്കുന്നില്ല. കാരണം കോടതി ഇടപെട്ട് SIT നടത്തിക്കൊണ്ട അന്വേഷണമാണ്. അന്വേഷണം കഴിഞ്ഞിട്ട് പറയാൻ. സിബി ജോസഫ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സിബി, കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് 2019 ദേവസ്വം മന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമാണ് തന്നെ വിളിപ്പിച്ചത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ഇതിനെ ഒരു സ്വാഭാവിക ഒരു നടപടിക്രമമായി മാത്രം ഈ ചോദ്യം ചെയ്യലിനെ കാണാൻ കഴിയില്ല എന്നാണോ UDF കൺവീനറിന്റെ പക്ഷം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു കടകംപള്ളി സുരേന്ദ്രനോട് ഇപ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണം ഉന്നതത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വൈകിപ്പോയി എന്നുള്ള കാര്യമാണ് അദ്ദേഹം കണ്ടത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി അത് ഒരു വലിയ തിരിച്ചടിയാകുമെന്ന് കരുതി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് ഈ ചോദ്യം ചെയ്യൽ വൈകിപ്പിച്ചു. ഇതിലും നേരത്തെ ഈ കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് ഉന്നയിച്ചത്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈകിപ്പിക്കുകയാണ് ചെയ്തത്. എങ്കിൽ പോലും ഈ ഒരു കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം SIT അന്വേഷണം നടക്കട്ടെ. CBI അന്വേഷണമാണ് നേരത്തെയും UDF ആവശ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ നിലയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടകംപള്ളി സുരേന്ദ്രനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്തത് വെറും ഒരു ഉണ്ണികൃഷ്ണ പോറ്റിയോടൊപ്പമുള്ള ഒരു ഫോട്ടോ കൊണ്ടല്ല, മറിച്ച് ഈ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തതെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി CPM തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഈ ചോദ്യം ഈ അന്വേഷണത്തിൽ ഇടപെടുന്നു